നമസ്കാരം. എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് 4 വാക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. എല്ലാവരും കേൾക്കണേ. ഞാനൊരു വർഷം കഴിഞ്ഞ് പാട്ട് പാടാൻ തുടങ്ങിയിട്ട് ആഴ്ചയിൽ ഒരു പാട്ട് ഇടലുണ്ട്. ഒക്കെ കുട്ടിക്കാലത്ത് പഠിച്ച പാട്ടാണ്. അതിൽ കുറേ തെറ്റല്ലാത്തതൊക്കെ ഉണ്ടാവും. പിന്നെ ആദ്യമൊക്കെ നല്ലോണം ആളും ലൈക്കൊക്കെ ഉണ്ടായിന്. ഇപ്പം ആളും കുറവാണ്, ലൈക്കും കുറവാണ്, ഒക്കെ കുറവാണ്. പിന്നെ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് തന്നെ അറിയാം. എൻ്റെ ശബ്ദം ശരിയാകുന്നില്ല. പാട്ടറിയും പാടുന്ന തന്നെയുള്ളൂ, ശബ്ദം തീരെ ശരിയാകുന്നില്ല. എന്നെക്കാട്ടും പ്രായമുള്ളവരൊക്കെ നല്ല നല്ല ഭംഗിയിൽ പാടുന്നുണ്ട്. എനിക്ക് അങ്ങനെ പാടാൻ പറ്റുന്നില്ല. എന്നാലും എനിക്ക് പാട്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ പഠിച്ച പാട്ടൊക്കെ എനിക്കിങ്ങനെ പാടിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഒരു സന്തോഷമാണ് മനസ്സിന്. അത് പാടി പിന്നെ എന്തെങ്കിലും കുട്ടികൾക്ക് വീട്ടിലെ പണിയൊക്കെ ചെയ്യാനൊക്കെ കൂടി കൊടുക്കും. അതൊക്കെ ഈ പാട്ട് പാടിക്കൊണ്ടാണ്. ഈ ആഴ്ച ഒരു പാട്ടിട്ട് അടുത്ത ആഴ്ച ഞാൻ ഏത് പാട്ടാടുകയെന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ആക്കി എടുത്തിട്ട് പഠിച്ചെടുക്കും. അങ്ങനെ എനിക്ക് പാട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. പാട്ടൊന്നും പാടിയിട്ടില്ലെങ്കിൽ ഞാൻ പണ്ടേത്തെ ഞങ്ങളെ കുട്ടിക്കാലവും കഷ്ടപ്പെട്ട് ജീവിച്ചതും അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയതും സ്കൂളിൽ പോകാൻ പറ്റാഞ്ഞതും ഡ്രസ്സില്ലാഞ്ഞതും ഭക്ഷണം കഴിക്കാനില്ലാത്തതും ഒക്കെ ചിന്തിച്ചിരിക്കും. ഇപ്പോൾ ഈ പാട്ട് പാടുമ്പോൾ പിന്നെ അതിനൊക്കെ കുറവുണ്ടാവും. അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയല്ലോ, ഒരു ഇപ്പം വേണ്ടീന്. ഞങ്ങൾ ഒരുവിധം കഷ്ടപ്പെടാണ്ടപ്പം ജീവിക്കുന്നുണ്ട്. ജീവിത മാർഗത്തിനൊന്നും വേണ്ടിയിട്ടല്ല, എനിക്ക് മനസ്സിനൊരു സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ പാടുന്നത്. എനിക്ക് 2 ആൺമക്കളും ഒരു മോളും ഉണ്ട്, ഭർത്താവും ഉണ്ട്. അവർക്കൊണ്ട് കഴിയും പോലെയൊക്കെ എല്ലാം നോക്കും. ജീവിതത്തിനൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ എനിക്ക് ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ആരെങ്കിലും കേൾക്കുന്നുണ്ട് എന്ന് കേട്ടാൽ അതിലും ഇഷ്ടം, 2 ലൈക്ക് കിട്ടിയാൽ അതിലും ഇഷ്ടം, സന്തോഷമാണ്. അപ്പോൾ സൂക്കേടിനും കൂടി കുറവുണ്ടാകലുണ്ട്. അപ്പം എല്ലാവരും എൻ്റെ പാട്ട് കേൾക്കണേ. ഞാനിന്ന് 4ാം ക്ലാസ് പഠിച്ച ഒരു ഓട്ടംതുള്ളലിൻ്റെ പാട്ടാണ് പാടാൻ പാടുന്നത്. ഓട്ടംതുള്ളൽ. നായർ വിശന്നു വലഞ്ഞു വരുമ്പോൾ കായ കഞ്ഞിക്കരിയിട്ടില്ല, ആയതു കേട്ടു കലമ്പിച്ചെന്ന ആയുധമുടനെ കാട്ടിലെറിഞ്ഞു, ചുട്ടു തിളയ്ക്കും വെള്ളമശേഷം കുട്ടികൾ തന്നെ തലയിലൊഴിച്ചു. കെട്ടിയ പെണ്ണിനെ മടി കൂടാതെ കിട്ടിയ വടി കൊണ്ടൊന്നു കൊടുത്തു. ഉരുളികൾ കിണ്ടികളൊക്കെയുടച്ചു, ഉരലു വലിച്ചു കിണറ്റിൽ മറിച്ചു. അതുകൊണ്ടരിശം തീരാഞ്ഞവന ഉരയുടെ ചുറ്റും മണ്ടി നടന്നു. അതുകൊണ്ടരിശം തീരാഞ്ഞവന ഉരയുടെ ചുറ്റും മണ്ടി നടന്നു. കഥകളിലിങ്ങനെ പലതും പറയും, അതുകൊണ്ടാർക്കും പരിഭവമരുതേ. കഥകളിലിങ്ങനെ പലതും പറയും, അതുകൊണ്ടാർക്കും പരിഭവമരുതേ.